നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നാ ഇപ്പൊ പൊക്കോ, വൈകിട്ട് എവിടെയെങ്കിലും വെച്ച് കാണാം. ഓരോരോ തലവേദനകളെ ഓഫീസ് കാര്യം പറയാൻ വീട്ടിൽ വന്നേക്കുന്നു. ഇയാള് നമ്മുടെ ഓഫീസിലെ സ്റ്റാഫാണോ? ഏയ്, ഓഫീസ് സ്റ്റാഫ് അല്ല. നമ്മുടെ കമ്പനിയിലെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റില് ഇപ്പൊ ജോലിക്ക് കയറിയതാ. ഫൈനാൻസ് മുടക്കം വരുമ്പോ കസ്റ്റമറെ വരട്ടാനും വണ്ടി തിരികെ കൊണ്ടുവരാനും ഒക്കെ നിൽക്കുന്നതാ. ആള് ചെറിയൊരു ക്രിമിനൽ കൂടിയാ. അതല്ല ഞാൻ വേഗം ഒഴിവാക്കി വിട്ടത്. അർച്ചന വാ. അവന്റെ പേര് അജയൻ എന്നാണോ? എന്താ അല്ലേ? ആ, അങ്ങനെ എന്തോ പേരാണ്. എനിക്കും വ്യക്തമായിട്ട് അറിയില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളെന്തിനാ ഇവന്മാരുടെ പേരും ജാതകവും ഒക്കെ ഓർത്തു വെക്കുന്നേ? എനിക്ക് ഓർത്തല്ലേ പറ്റൂ, കാരണം എന്റെ അനിയത്തി വിവാഹം കഴിക്കാൻ പോകുന്ന ആളല്ലേ. അവന്റെ പേരും ജാതകവും ബാക്കി കാര്യങ്ങളും ഒക്കെ എന്നെക്കാളും നന്നായി അവന്തികടത്തേക്ക് അറിയായിരിക്കുമല്ലോ. കാരണം ഇപ്പൊ പോയവനും എന്റെ ആതിരയായിട്ടുള്ള വിവാഹത്തിന്റെ ഇടനിലക്കാരി ഏട്ടത്തിയല്ലേ. ഇത് ഞാനായിട്ട് പറഞ്ഞതല്ല, ഈ അജയൻ എന്ന് പറയുന്നവൻ ആതിരയോട് പറഞ്ഞത് തന്നെയാ ഇത്. എന്താ അങ്ങനെയല്ലേ? ആ അതെ, ഞാൻ മുന്നും പിന്നും നോക്കാതെ ജീവിച്ചിരുന്ന ആ ഇരുണ്ട കാലത്ത് ചെയ്ത കുറെ തെറ്റുകളിലൊന്നായത്. ഞാൻ ആലോചിക്കുന്നതും ചെയ്യുന്നതുമാണ് ശരിയെന്ന തോന്നലും വിശ്വാസത്തിലും ഞാൻ എന്തൊക്കെയോ ചെയ്തു കൂട്ടി. ഇവന് ഞാൻ കുറെ പണവും സ്ത്രീധനവും കൊടുക്കാന്ന് പറഞ്ഞത് സന്ദീപിന്റെ ആതിരയുടെയും വിവാഹം മുടക്കാൻ ഞാൻ ചെയ്തൊരു തെറ്റായിരുന്നു. പണ്ട് ചെയ്ത പല തെറ്റുകളും ഇപ്പോഴും എന്നെ വേട്ടയാടുന്നുണ്ട്, മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട്. തന്നിഷ്ടത്തിന് ജീവിച്ചും പ്രത്യാഘാതം എന്തെന്നറിയാതെ ഓരോന്ന് ചെയ്തതിനും ഈശ്വരൻ തിരിച്ചറിയുന്ന ശിക്ഷ ഇതൊക്കെ. എന്നെപ്പോലെ ഒരാൾ പെട്ടെന്ന് മനസ്സ് മാറി പുതിയൊരു ജീവിതം തുടങ്ങുമ്പോൾ മുൻപ് ചെയ്ത പ്രവൃത്തികളൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കും. വീണ്ടും പഴയ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ ഇനി എന്ത് പ്രലോഭനം ഉണ്ടായാലും ശരി, അവന്തികയായിട്ട് വഴിയിൽ ഉപേക്ഷിച്ച ആ പഴയ ജീവിതവും സ്വഭാവവും ഒരിക്കലും തിരിച്ചുകൊണ്ടുവരില്ല. ഇപ്പോഴാണ് ഞാൻ മനസ്സമാധാനമായി ജീവിക്കുന്നത്. ആ സമാധാനം എന്റെ ജീവിതത്തിൽ ഉടനീളം വേണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എന്ത് പ്രതിസന്ധി വന്നാലും പഴയ അഴുക്കുചാലിലേക്ക് അവന്തിക പോവില്ല, അതുറപ്പാ. ഒരു ദിവസം കൊണ്ട് അവന്തിക മാറിയെന്ന് അർച്ചനയ്ക്ക് തോന്നുന്നുണ്ട്. ഇത് അവന്തികയുടെ ഒരു ട്രാപ്പാണ്. സ്ഥാനം കൊണ്ട് ഞാനാണ് മൂത്തതെങ്കിലും എന്നെ കൊണ്ടാവാത്ത പല കാര്യങ്ങളും അർച്ചനയിലൂടെ നടത്തണമെന്നുണ്ട് എനിക്ക്. അതിലേറ്റവും പ്രധാനം നെല്ലിശ്ശേരി കുടുംബത്തിന് ഒരു അവകാശിയെ കൊടുക്കാന്നുള്ളതാ.
അതിനി അർച്ചനയ്ക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാവുമ്പോ ഇനിയും വെച്ച് താമസിപ്പിക്കണ്ടെന്നാ എൻ്റെ ഒരു അഭിപ്രായം. എടുത്തി പറയുന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്നായാലും നിങ്ങൾക്കൊരു കുഞ്ഞു വേണം. അത് നല്ല പ്രായത്തിൽ തന്നെ ആകുന്നതാ നല്ലത്. അച്ഛൻ പലവട്ടം പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ആവശ്യം. നിനക്കറിയാലോ അച്ഛൻ്റെ അവസ്ഥ. പല തെറ്റുകളും ഞാൻ അദ്ദേഹത്തോട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊക്കെയുള്ള പ്രായശ്ചിത്തമായി അദ്ദേഹത്തിന്റെ സന്തോഷത്തിനും കൂടെ വേണ്ടിയാ ഞാനിപ്പോൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമാണ് ഞാനിപ്പോൾ അർച്ചനോട് പറഞ്ഞ ഈ ആവശ്യം. ഈ മുറ്റത്ത് ഒരു കുഞ്ഞിക്കാൽ ഓടുന്നത് കാണാനും മുത്തശ്ശ എന്നുള്ളൊരു വിളിക്ക് വിളി കേൾക്കാനും ആ പാവം വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് നീ സച്ചിയോടും കൂടി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തണം. ഒരു വലിയ തെറ്റിനും കൂടി എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ ആതിരയോട് ചെയ്ത തെറ്റാ. കുഞ്ഞായിരുന്നപ്പോ കളിപ്പാട്ടത്തിന് കരഞ്ഞ അതേ പിടിവാശി ജീവനുള്ള സന്ദീപിന്റെ വിഷയത്തിലും അവള് കാണിച്ചപ്പോ രക്തബന്ധത്തിന്റെ ആഗ്രഹത്തിനപ്പുറം സന്ദീപിന്റെ ആതിരയുടെ സ്നേഹം ഞാൻ കണ്ടില്ല. ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചും ആതിരയെ ഞാൻ സന്ദീപിൽ നിന്നും അകറ്റാൻ നോക്കി. വലിയ തെറ്റാ ഞാൻ ചെയ്തത്. എങ്ങനെയെങ്കിലും സന്ദീപിനെ അനഘയ്ക്ക് കൊടുക്കണമെന്നല്ലാതെ മറ്റൊന്നും എന്റെ മുന്നിലില്ലായിരുന്നു. ഞാൻ ചെയ്തതിൻ്റെയൊക്കെ പ്രായശ്ചിത്തമായി സന്ദീപിനെ കൊണ്ട് ആതിരെ നമുക്ക് വിവാഹം കഴിപ്പിക്കണം. അനൂപിന്റെ അസുഖമൊക്കെ ഭേദമായിട്ട് നമുക്കതിനെക്കുറിച്ച് ആലോചിക്കാം. നിന്നോടും നിന്റെ കുടുംബത്തോടും ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളുടെയും പാപനിവൃത്തിയാണ് ആതിരയ്ക്ക് ഈ കുടുംബത്തിൽ സുരക്ഷിതമായൊരു ജീവിതം. അനഘയെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് ബോധിപ്പിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.